ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു ട്രിപ്പ് പോവുക. ഞങ്ങൾ ഗോരിയിലേക്കാണ് പോകുന്നത്. സോ ഗോരി ബേസിക്കലി സ്റ്റാലിൻ ജനിച്ച സ്ഥലം. ആൻഡ് ഞങ്ങൾ ഈ 7 ദിവസം, അതായത് ജാനുവരി ഫസ്റ്റ് വീക്ക്, ഈ 7 ദിവസം ഞങ്ങൾക്ക് വെക്കേഷനാണ്. ആൻഡ് ആ ഒരു സമയത്താണ് എപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടെ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും അത് മുടക്കാതെ ഞങ്ങൾ ട്രിപ്പ് പോവുക. ആൻഡ് ടിബിലിസിനി ഗോരിയിലേക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ. ആൻഡ് ഞാൻ പോകുമ്പോഴുള്ള കാഴ്ചയും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചയെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ശരി, ബാ പോവാം. അങ്ങനെ രാവിലെ 9 മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പാട്ടൊക്കെ കേട്ട് വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. ഇച്ചിരി ദൂരം പോകുമ്പോൾ സ്നോ ഉള്ളത് നമുക്ക് കാണാം. ആൻഡ് എനിക്ക് ഇങ്ങനെ സ്നോ പെയ്ത് കിടക്കുന്ന കാണുന്ന ഒത്തിരി ഇഷ്ടമായി. ഈ എൻറ്റയർ വീഡിയോയിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്രെയിമായത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ സ്ഥിരം വരയ്ക്കുന്ന ഒരു പിക്ചറില്ലേ, ഒരു സണ്ണും പിന്നെ കുറേ മൗണ്ടൻസും അതിൻ്റെ താഴെയായിട്ട് കുറേ വീടുകളും. അതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല, പെട്ടെന്ന് തന്നെ ഗോരി എത്തി. ക്രിസ്മസ് ന്യൂ ഇയർ സമയമായിരുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോരി ഈസ്റ്റേൺ ജോർജിയയിലെ ഒരു സ്ഥലമാണ്. ആദ്യം ഞങ്ങൾ പോയത് സ്റ്റാലിൻ മ്യൂസിയത്തിലായിരുന്നു. ഈ കാണുന്നതാണ് സ്റ്റാലിൻ പാർക്ക്. സോ നമ്മൾ ആദ്യമേ സ്റ്റാലിൻ മ്യൂസിയത്തിലെത്തി. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും തണുപ്പ് കാണുമെന്ന്, പക്ഷേ നല്ല സ്നോഫോളൊക്കെ ഉണ്ട്. സോ സ്റ്റാലിൻ ആക്ച്വലി ജനിച്ചതും വളർന്നതും ഒക്കെ ഗോരിയിലാണ്. 1957 തുറന്ന ഈ മ്യൂസിയത്തിൽ സ്റ്റാലിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വസ്തുക്കൾ കാണാൻ കഴിയും. മ്യൂസിയത്തിൻ്റെ മെയിൻ ബിൽഡിങ്ങിൽ സ്റ്റാലിൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫ്സ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളാരും ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയില്ല, ജസ്റ്റ് വെളിയിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. ഇതിലേറ്റവും ക്യാച്ചി ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റെയിൽവേ കോച്ചാണ്. അത് മെയിൻ ബിൽഡിങ്ങിൻ്റെ പുറത്തായിട്ട് കാണാം. ആൻഡ് സ്റ്റാലിൻ മരിക്കുന്ന വരെ ഇതാണ് ട്രാൻസ്പോർട്ടിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഗോരിയിലെ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഓൾമോസ്റ്റ് ലൈക്ക് ഫ്ലിപ്പിംഗ് ത്രൂ എ മെമ്മറി ബുക്ക് ഫ്രം ദി സോവിയറ്റ് ഇറ. ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റാലിൻ്റെ ബാല്യകാല വീടും കാണാം. വളരെ സാധാരണമായൊരു ചെറിയ വീടാണത്. അതിൽ നിന്നാണ് ലോക രാഷ്ട്രീയത്തെ സ്വാധീനിച്ച ഒരാളുടെ യാത്ര ആരംഭിച്ചത് എന്നത് തന്നെ അതിശയകരമാണ്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഉപ്ലിസ്റ്റസ്കെ കേവ് ടൗണിലാണ്. ഗോരി ടൗണിൻ്റെ അടുത്തുള്ള ഈ സ്ഥലം ഒരു ഏൻഷ്യൻറ്റ് റോക്ക് ടൗൺ ആണ്. 2000 BC മുന്നേ മനുഷ്യരിവിടെ താമസിച്ചതായിട്ട് തെളിവുണ്ട്. പഴയ ഐബീരിയ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിലും മതപരമായ കാര്യങ്ങളിലും ഈ സ്ഥലത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഫോർത്ത് സെഞ്ച്വറിയിൽ ക്രിസ്ത്യാനിറ്റി ജോർജിയയിലെത്തിയപ്പോൾ ഉപ്ലിസ്റ്റസ്കിയുടെ പ്രാധാന്യം പയ്യെ കുറയാൻ തുടങ്ങി. പക്ഷേ 8th to 10th സെഞ്ച്വറിയിൽ ടിബിലിസി മുസ്ലിം അധീനതയിൽ ആയിരുന്ന സമയത്ത് ഉപ്ലിസ്റ്റസ്കി വീണ്ടും ഒരു പ്രധാന കോട്ടയായി മാറിയിട്ടുണ്ട്. പിന്നീട് 14th സെഞ്ച്വറിയിൽ ഈ നഗരം വീണ്ടും നശിച്ചു. ആൻഡ് ആളുകൾ ഇവിടുന്ന് പയ്യെ മാറിപ്പോയി.
ഇപ്പം നമ്മൾ ഉപ്ലെസ്റ്റസ്കി കേപ്പ് ടൗണിലെത്തി. ആൻഡ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം കയറാനുണ്ട്. അവിടെ മുകളിൽ ഒരു ടണലും പിന്നെ ഒരു മൊണാസ്ട്രിയൊക്കെയാണ് കാണാനുള്ളത്. അത്യാവശ്യം കയറ്റം കയറാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വ്യൂ അടിപൊളിയായിരിക്കും. നമുക്ക് നോക്കാം. ഞങ്ങൾ ടോപ്പിൽ നടന്നെത്തി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വ്യൂ അടിപൊളിയാണ്. മൗണ്ടൻസിൻ്റെ മുകളിൽ ഇങ്ങനെ സ്നോ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ വ്യൂ ഇച്ചിരൂടെ രസമായി. ഞാൻ കാണിച്ചു തരാം. ഈ കേപ്പ് ടൗൺ ബേസിക്കലി ഉള്ളതൊരു മൗണ്ടൻ ടോപ്പിലാണ്. ആൻഡ് ഈ മൗണ്ടൻ്റെ ഒരു വശത്ത് നമുക്ക് മെത്ക്വാരി റിവർ കാണാം. പിന്നെ ഞങ്ങൾ വീണ്ടും ഉപ്ലെസ്റ്റസ്കിന്ന് ഗോരി സിറ്റിയിലെത്തി. ആൻഡ് ഗോരി ഫോർട്രസ് കാണാനായിട്ട് പോയി. ഗോരി സിറ്റിയുടെ മുകളിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോർട്ടാണ് ഗോരി ഫോർട്രസ്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് മുഴുവൻ ഗോരി സിറ്റിയും കാണാൻ കഴിയും. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് മടങ്ങി. ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് വരെ നടക്കാമെന്ന് വെച്ചു. പിന്നെ ഗോരിയിലുള്ളതാ ഈ മോളിലും കൂടെ കയറി. അങ്ങനെ ഇച്ചിരി ദൂരം നടന്നപ്പം എൻ്റെ സൈഡിൽ നല്ലൊരു സൺസെറ്റും കൂടെ കണ്ടു. ഇനി എൻ്റെ ഗോരി ആൽബവും കൂടെ കണ്ട് ഈ വ്ളോഗ് നമുക്കിവിടെ നിർത്താം. Till the next video we meet, take care and bye bye.